ഹലോ, ഇന്ന് നല്ല മഴയായിരുന്നുകൊണ്ട് എഴുന്നേൽക്കാനായിട്ട് വൈകിപ്പോയിട്ടോ. അപ്പോൾ ഇവരാണ് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. പാവങ്ങൾ നല്ലപോലെ വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പുറത്ത് നിന്നിട്ട് വിളിച്ചു. ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും കുറേ വൈകിപ്പോയിട്ടോ. അപ്പോൾ പൂച്ചക്കുട്ടികൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ദോശയ്ക്കുള്ള ചമ്മന്തി ഉണ്ടാക്കുവാണ്. ചിക്കു ബേബിക്ക് എപ്പോഴും റെഡ് കളർ ചട്നി വേണമെന്ന് പറയും. അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്നിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പം ദോശമാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി വയ്ക്കുകയാണ് കേട്ടോ. അച്ചു ബേബിക്കുള്ള ദോശ മാത്രം 2-3 ദോശ ഉണ്ടാക്കത്തുള്ളൂ. കാരണം അച്ഛ രാവിലെ തന്നെ ചോറാണ് കഴിക്കുന്നത്. അച്ചു ബേബിക്ക് എന്തായാലും 3 ദോശ കൊടുക്കുക കേട്ടോ. 3 ദോശ കൊടുത്താലാണ് ഒരു ദോശയെങ്കിലും ഫുള്ളായിട്ട് കഴിക്കുള്ളൂ. എന്തായാലും ദോശയൊക്കെ റെഡിയായി കഴിച്ചു തുടങ്ങിയപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അച്ചു ബേബി അതിന് മുന്നേ തന്നെ പാലും പഴം പുഴുങ്ങിയതും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. പറഞ്ഞതുപോലെ തന്നെ ഒരു ദോശ കഴിച്ചപ്പോഴേക്കും ആൾക്ക് മതിയായി. ഇനി അടുത്തതായിട്ട് ഒരു ബി കോംപ്ലക്സിൻ്റെ സിറപ്പ് കുടിക്കാനുണ്ട്. അതിനുള്ള ബഹളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബി കോംപ്ലക്സിൻ്റെ സിറപ്പ് കുടിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. ഒരു പ്രത്യേക സ്മെല്ലും ഒരു ടേസ്റ്റുമാണ്. എന്നാലും കുറേയൊക്കെ പുറകെ ഓടിയാലും അച്ചു ബേബി അത് മുഴുവൻ കുടിക്കും കേട്ടോ. പ്ലീസ്, ഇതും കൂടി ഉള്ളു. എങ്ങനെയുണ്ട്? മരുന്നെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ടേബിൾ നിറച്ച് മെഡിസിൻസാണ്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ ഈ മെഡിസിൻസ് എല്ലാം ഒന്ന് എടുത്ത് റാക്കിലേക്ക് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും അച്ഛ പേരയ്ക്ക പറിച്ചിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പഴുത്തിട്ടുള്ള പേരയ്ക്കൊന്നും അല്ല കേട്ടോ, പതുക്കെ പഴുപ്പായി വരുന്നേ ഉള്ളൂ. അച്ചു ബേബിയോട് പേരയ്ക്ക വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതെന്തായാലും എടുത്തു വയ്ക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ ഈ ആപ്പിൾ കാണുന്നത്. ഏകദേശം 1 മാസത്തിൽ കൂടുതലായി ഈ ആപ്പിൾ വാങ്ങിച്ചിട്ട്. എന്ത് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടാണോ അത് എങ്ങനെയാണോ എന്നറിയില്ല, ആപ്പിൾ ഇതുവരെ കേടായിട്ടില്ല കേട്ടോ. ഫ്രിഡ്ജിൽ പോലും സൂക്ഷിക്കാതെ ഒരു ആപ്പിൾ ഇത്രയും നാൾ കേടുകൂടാതെ ഇരിക്കുമോ? ആദ്യം അതിലെന്തെങ്കിലും ഇഞ്ചെക്റ്റ് ചെയ്തിട്ടാണോ എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് കുക്കറിൽ വേവിക്കാൻ പോവുകയാണ് കേട്ടോ. വീട്ടിൽ ചിക്കൻ കറി കഴിക്കുന്നത് അച്ചു ബേബി മാത്രമാണ് കേട്ടോ. അതുകൊണ്ടാണ് വളരെ ക്വാണ്ടിറ്റി കുറച്ചേ വാങ്ങിക്കത്തുള്ളൂ. ഈ കാണുന്നതും ചിക്കൻ തന്നെയാണ് കേട്ടോ. മസാല പുരട്ടി വെച്ചിരിക്കുന്നതാണ് ഫ്രൈ ചെയ്യാനായിട്ട്. അതാണെങ്കിൽ അച്ചയുടെ പ്രിപ്പറേഷനാണ്. മഴയ്ക്കാണെങ്കിൽ ഒരു കുറവുമില്ല. രാവിലെ മുതലേ പെയ്യുന്നതാണ്. എത്ര നേരമായി പെയ്യുന്നു. എനിക്ക് മഴക്കാലം ഇഷ്ടമല്ല കേട്ടോ. ആകെ മൂടി കെട്ടിയൊരു ഡിപ്രസ്ഡ് മൂഡായിരിക്കുമേ. 2 പേരാണെങ്കിലും മഴ തുടങ്ങിയത് മുതൽ ഏത് സമയം ഉറക്കമാണ്. എന്നെ കണ്ടതുകൊണ്ട് മാത്രം എഴുന്നേറ്റതാണ്. ചിക്കൻ കറിയൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറി അച്ചു ബേബിക്ക് വലിയ ഇഷ്ടമാണ്. എന്തായാലും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി ചോറൊക്കെ വച്ച് കഴിഞ്ഞപ്പോൾ അച്ചു ബേബിക്ക് ചിക്കൻ കറിയുടെ കൂടെ ദോശ തന്നെ മതിയെന്ന് പറഞ്ഞു. എന്തായാലും ദോശ കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദോശയും ചിക്കൻ കറിയും ഒരു നല്ല കോമ്പിനേഷനാണല്ലേ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മോണിക്ക ട്രെൻഡിങ് സോങ്ങിന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്സ് ഒന്നും ആരും പഠിപ്പിച്ചു തരണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്നാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചു ബേബി നല്ല ഉറക്കമായിട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഇവർക്ക് ഫുഡും വെള്ളവും ഒക്കെ വെച്ച് കൊടുക്കുകയാണ്. മഴക്കാലം ആയതോടെ 2 ആൾക്ക് നല്ല വിശപ്പാണ് കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് അച്ചു ബേബി എഴുന്നേറ്റ് വന്നിട്ട് മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റും പിന്നെ പഴമൊക്കെയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ കട്ടൻ ചായയും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ട. കഴിച്ചു. ഇതാണെങ്കിൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൽ ആദ്യമായിട്ടുണ്ടായ പാഷൻ ഫ്രൂട്ടാണ്. നല്ല പർപ്പിൾ കളർ, പഴുത്ത് കഴിയുമ്പോൾ പർപ്പിൾ കളറാവും. അച്ചു ബേബി വൈകിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുളിച്ച് സുന്ദരിയായിട്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്തായാലും ചോറുണ്ണാന്ന് വിചാരിച്ചു. അച്ചയാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രിയായപ്പോൾ അച്ചുജി ബേബി അച്ചയ്ക്ക് ട്യൂഷൻ എടുക്കുകയാണ് കേട്ടോ. അവൾ പഠിച്ച നമ്പേഴ്സൊക്കെ എല്ലാം അച്ചയ്ക്ക് ഓരോ ലൈനിലായിട്ട് എഴുതി കൊടുത്തിട്ട് 10ഉം 20ഉം പ്രാവശ്യമൊക്കെ ആയിട്ട് എഴുതിക്കുവാണ്. അതെല്ലാം എഴുതി കഴിയുമ്പം പുള്ളിക്കാരി തന്നെ ചെക്ക് ചെയ്തിട്ട് വെരി ഗുഡോ സ്റ്റാറോ 10 ഔട്ട് ഓഫ് 10 ഒക്കെ ഇട്ട് കൊടുക്കുവേ. അപ്പോൾ ഇതോടെ കഴിഞ്ഞാൽ ആൾ പോയി കിടന്ന് ഉറങ്ങിക്കോളും.